പ്രിയപ്പെട്ടവർക്ക് ഞങ്ങളുടെ ലിസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഞങ്ങളുടെ കോമ്പൗണ്ടിലുള്ള പേരമരം ഞങ്ങളെങ്ങനെ പക്ഷികളിൽ നിന്നും വവ്വാലിൽ നിന്നുമൊക്കെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നുവെന്ന് കാണിക്കാനാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ധാരാളം പേരയ്ക്ക ഉണ്ടായി. അതിൽ നല്ലൊരു പങ്കും പക്ഷികളും വവ്വാലും ഒക്കെ തിന്നുകൊണ്ടുപോയി. എന്നാൽ ഈ പ്രാവശ്യം അങ്ങനെ സംഭവിക്കരുതല്ലോ എന്ന് കരുതിക്കൊണ്ട് ഞങ്ങൾ നെറ്റ് വാങ്ങിച്ച് ഇങ്ങനെ ഞങ്ങളുടെ പേരയ്ക്കയെല്ലാം സംരക്ഷിക്കുവാൻ പ്ലാൻ ചെയ്തു. സാധാരണയായി റംബുട്ടാനാണ് ഇങ്ങനെ നെറ്റൊക്കെ ഇട്ട് സൂക്ഷിക്കുന്നത് കണ്ടിട്ടുള്ളത്. എന്നാൽ ഇങ്ങനൊരു ഐഡിയ വന്നത് നിമിത്തം ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിൽ കാണുന്ന എല്ലാ പേരയ്ക്കായും പക്ഷികളിൽ നിന്നും മറ്റുള്ള വവ്വാലിൽ നിന്നുമൊക്കെ സുരക്ഷിതമായിരിക്കുന്നു. ഇതിൽ നിറയെ പേരയ്ക്കയുണ്ട്. പല ഘട്ടങ്ങളിലായിട്ടാണ്. പൂക്കളുണ്ട്, ചെറുതുണ്ട്, വലുതുണ്ട്, പഴുത്തതുണ്ട്. എന്നാൽ നമുക്കിഷ്ടമുള്ള സമയത്ത് ഇത് പറിച്ചെടുക്കാം. നമുക്ക് ഫ്രഷായിട്ടത് തിന്നാൻ പറ്റും. കഴിഞ്ഞ വർഷം ഉണ്ടായ പേരയ്ക്കായിൽ ഒത്തിരി നഷ്ടപ്പെട്ടെങ്കിലും ധാരാളം പേരയ്ക്ക ഞങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ കൊടുക്കുവാനിടയായി. അവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞു. കാരണം ഇത് തികച്ചും ഓർഗാനിക്കാണ്. രാസവളമോ മറ്റുള്ള കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാതെ തികച്ചും ഓർഗാനിക്കായി നമുക്ക് കഴിക്കേണ്ടത് കൊണ്ട് അങ്ങനെ തന്നെയാണ് ഇത് സംരക്ഷിച്ച് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വലയിട്ടത് കൊണ്ട് വളരെ വലിയ പ്രയോജനമുണ്ടായി. ഇത് കുറച്ചുകൂടെ ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കാരണം കാണാൻ ഭംഗിയുള്ള രീതിയിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇതിന് നെറ്റൊക്കെ ഒന്ന് ക്രമീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് 3 മൂട് പേരയാണ് ഇവിടെ ഉള്ളത്. അതിൽ ഒരെണ്ണം കിലോ പേരയാണ്. ഈ കിലോ പേരയുടെ പ്രത്യേകത അത് വളർന്ന് പൂർണ്ണ വളർച്ചയെത്തി കഴിയുമ്പോൾ 1 കിലോയിലധികം അത് പേരയ്ക്ക ഉണ്ടായിരിക്കും. പ്രാവശ്യം ഇതിലും നിറയെ പേരയ്ക്ക പിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം സുരക്ഷിതമായി ഇങ്ങനെ സംരക്ഷിക്കാൻ കഴിഞ്ഞതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. പക്ഷികൾ തിന്നുകൊണ്ട് പോവുകയില്ല. തന്നെയല്ലത് കാണുന്നതിന് എത്ര മനോഹരമാണ്. നമ്മുടെ കോമ്പൗണ്ടിൽ ഇങ്ങനെ ഫലങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കെന്തൊരു സന്തോഷമാണ്. അത് നിങ്ങൾക്കും ഇങ്ങനെയുള്ളൊരു മാർഗം പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നമ്മുടെ ഫലവൃക്ഷങ്ങൾ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ അത് തീർച്ചയായും സന്തോഷകരമായൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇത് നിങ്ങൾ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മടിക്കരുത്. തികച്ചും മറ്റുള്ളവർക്ക് ഇത് പ്രയോജനപ്പെടട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തോട് മാത്രമാണ് ഈ വീഡിയോ ഇടുന്നത്. ഇതിന് വേറൊരു ഗുണം കൊണ്ടുണ്ട്. നമ്മളിങ്ങനെ നെറ്റിടുന്നത് കൊണ്ട് കരിയിലയൊക്കെ ദിവസവും രാവിലെ തൂത്ത് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഇതിനടിയിൽ വന്ന് ഇത് സ്റ്റോറായി കിടക്കും. നമുക്കിഷ്ടമുള്ള സമയത്ത് അത് ക്ലീൻ ചെയ്താൽ മതി. അങ്ങനെ ഒരു ജോലിയും ഒഴിവായി കിട്ടും. ഇനിയും പുതിയ വീഡിയോകളുമായി ഞങ്ങൾ വ്യത്യസ്തമായ വീഡിയോകളുമായി വീണ്ടും പ്രിയപ്പെട്ടവരുടെ അടുക്കിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ വീക്ഷിച്ചതിന് എല്ലാവർക്കും കൃത്യമായിട്ട് നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു.